നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കനക മുറി കയറി കഥ കടച്ചു കഴിഞ്ഞപ്പോ തന്നെ നന്ദു പുറത്തുനിന്ന് കൊട്ടുവാണ്, അമ്മയെ കഥവ് തുറക്കമ്മേന്നും പറഞ്ഞ്. പക്ഷെ എങ്കിൽ കനക കഥവ് തുറക്കാൻ കൂട്ടാക്കില്ല. ആ സമയത്താണ് ആദർശ് നയനെ അങ്ങോട്ടേക്ക് വന്നേ. അപ്പോഴേക്കും ഗോവിന്ദൻ ചെന്നിട്ട് പറഞ്ഞു, ഈ സമയത്ത് മക്കള് വന്നു നന്നായി. എന്താച്ചാ കാര്യം എന്താ? ദേ നന്ദു കിടന്ന് വിളിക്കുന്ന കേട്ടില്ല അമ്മേ. അമ്മയും മോളും തമ്മിൽ വഴക്കുണ്ടായി. ആ കല്യാണക്കാര്യത്തെ ചൊല്ലി അതിന്റെ പേരിൽ ഒടുവില് കനക മുറി കയറി കഥ അടച്ചിരിക്കുക. കഥ തുറക്കുന്നില്ല. ഒന്ന് പെട്ടെന്ന് വാ മോളെന്ന് പറയണ. അപ്പോഴേക്കും നയന അമ്മേന്നും വിളിച്ചോണ്ട് അകത്തേക്ക് എറിച്ചുന്നു. ആ സമയം നന്ദു കഥയെ മുട്ടുന്ന കാഴ്ചയുണ്ട്. ആദർശ് പറഞ്ഞു, നന്ദു ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. പിന്നെ രണ്ട് മൂന്ന് തള്ളു തള്ളിക്കഴിഞ്ഞപ്പോഴത്തേനും കഥവ് തുറന്നു വന്നു. അങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞ കുരുക്കിട്ടിട്ട് കഴുത്തിൽ കുരുക്ക് മുറുക്കാൻ നോക്കുന്ന കനകയാണ്. പെട്ടെന്ന് എല്ലാരും കൂടെ ചേർന്ന് കനകയെ പിടിച്ച് താഴെ ഇറക്കി. അപ്പോഴേക്കും കനക പറഞ്ഞു, വേണ്ട, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മരിച്ചാ മതി. ഞാൻ എന്തിനാ ജീവിക്കുന്നേ? ഞാൻ പറയുന്നൊന്നും ഇവളനുസരിക്കുന്നില്ലോ. പിന്നെന്താ? അപ്പോഴേക്കും ആദർശ് നന്ദുവിനോട് ചോദിച്ചു, അമ്മയെ കൊലയ്ക്ക് കൊടുത്തിട്ട് വേണോ നിനക്കൊരു ജീവിതം ഉണ്ടാക്കാനായിട്ട് എന്ന് ചോദിക്കണം. നന്ദുവിന് നല്ല സങ്കടമായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴേക്കും നയന ചോദിച്ചു, അമ്മ എന്ത് പരിപാടി അമ്മ കാണിച്ചേ? അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? എനിക്കിതല്ലാതെ വേറൊരു മാർഗമില്ലായിരുന്നു. ഇവള് കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഇനി ഇത് ചെയ്യും. ഇപ്പോഴിവളെന്നെ രക്ഷിച്ചു. പക്ഷേങ്കിൽ നാളെ ഇവൾ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ, നിശ്ചയം നടന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇത് തന്നെ ചെയ്യുള്ളൂ. ഇവളുടെ കൺമുന്നിൽ കടന്ന് ഞാൻ മരിക്കത്തുള്ളൂ. ഒടുവില് നന്ദു വല്ലാത്ത പ്രതിസന്ധിയിലായി. നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നന്ദു പറഞ്ഞു, ശരി, ഞാൻ സമ്മതിക്കാം. നിശ്ചയത്തിന് എനിക്ക് സമ്മതമാ. അത് പോരെ, ഇനി ഇതിന്റെ പേരിൽ ആരും മരിക്കാനൊന്നും പോണ്ട. അതും പറഞ്ഞ് നന്ദു പാവം സങ്കടത്തോടെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. അപ്പോഴേക്കും നയനയോട് ഗോവിന്ദൻ പറഞ്ഞു, കണ്ടില്ലേ മോളെ അവള് പോയത്? നീ ഒരു കാര്യം ചെയ്യ, നീ അവളോടൊപ്പം ചെല്ല്. അവളെ ഒന്ന് ഉപദേശിക്കാൻ നോക്ക്, എങ്ങനെയാലും ഉപദേശിച്ച് ഒന്ന് നേരെയാക്കാൻ നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ നന്ദുവിന്റെ പിന്നാലെ ആ നയനയും കൂടെ ആ പിന്നാലെ പോവാണ്. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, എന്തായാലും അമ്മ കുറച്ച് കടുങ്കായാട്ടോ ഈ ചെയ്യാൻ പോയത്. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? പെട്ടെന്ന് കനക കരച്ചിൽ നിർത്തിയിട്ട് പറഞ്ഞു, എന്റെ മോനെ, ഇതൊക്കെ എന്റെ ഒരു അഭിനയമായിരുന്നു. അഭിനയമോ? അല്ല പിന്നെ, ഞാൻ കുരുക്കിട്ട് മരിക്കാൻ പോകുന്നുണ്ടോ? എവിടെന്ന്? അവളുടെ മനസ്സ് മാറ്റാനായിട്ട് ഞാൻ നോക്കിയിട്ട് ഇതല്ലാതെ വേറൊരു മാർഗവും കണ്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും? അമ്മയായി പോയില്ലേ. അവൾ ഇതിനകത്ത് വീഴുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അല്ലമ്മേ, എന്നാലും എടാ മോനെ, നീ ഒരു കാര്യം ചെയ്യണം. അനിയെ ഒന്ന് ചെന്ന് ഉപദേശിക്കണം. അറിയാലോ, അനിയുടെ കാര്യത്തിലാണെങ്കിലും. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ഞാൻ ഉപദേശിച്ചുകൊണ്ട് നേരെയാവും തോന്നില്ല. അനിയും തന്നും തമ്മിൽ അത്രയ്ക്ക് അടുപ്പത്തിലായി. എന്റെ ഉപദേശമൊന്നും ഏൽക്കും തോന്നില്ല. ഇപ്പോഴാണെങ്കിലും അവൻ പഴയതുപോലെയല്ല. ജൂവലറി കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെതായ മെച്ചം കാണാനും ഉണ്ട്. അവന്റെ മനസ്സിൽ നല്ല പ്രതീക്ഷയും കാര്യങ്ങളുമാ. കോയെന്നും പറഞ്ഞു, അതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളുടെ അവസ്ഥയും കൂടെ ഒന്ന് നോക്ക്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, രണ്ട് മക്കള് അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ പേരില് എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ നടന്നേ. ഇനിയിപ്പോ മൂന്നാമതൊരാളും കൂടെ അയക്കാന്ന് പറഞ്ഞ കനക പറഞ്ഞു, അതും നടക്കുന്ന കാര്യമല്ല മോനെ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാരൻ എന്തൊക്കെ പറയും? പണം മോഹിച്ചിട്ട് അങ്ങോട്ടേക്ക് വിട്ടാന്നല്ലേ കരുതുള്ളൂ. അതിനേക്കാളുപരി അനിയുടെ അമ്മയ്ക്ക് സമ്മതമാണോ? ഒരിക്കലുമല്ല. അവര് പോലും സമ്മതിക്കില്ല. അങ്ങനെയുള്ള സാഹചര്യത്തില് ഞങ്ങൾ നന്ദുവിനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്ന എങ്ങനെയാ? അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, ഇന്ന് തന്നെയാണെങ്കിലും സച്ചിമോന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവര് വന്നിട്ട് തിരികെ പോകുന്ന വഴിക്ക് നന്ദു അനിയും കൂടെ സംസാരിച്ച് നിൽക്കുന്ന കണ്ടു. കനക പറഞ്ഞു, അപ്പൊ തന്നെ സച്ചിമോൻ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് നാണക്കേടായില്ലേ. അതിന്റെ കുറിച്ച് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോ നന്ദു പറയാ, അവൾക്ക് ഈ കല്യാണം വേണ്ടെന്ന്. പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമോ മോനെ? അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ. ആദർശനും എന്ത് ചെയ്യാൻ പറ്റും? ആദർശം ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും അനിയൊക്കെ പറഞ്ഞൊന്ന് നേരെയാക്കാൻ നോക്ക്. ഞങ്ങൾക്ക് അത് മാത്രം ഒരു വഴിയുള്ളൂ മോനെ. ഈ കല്യാണം എങ്ങനെയെങ്കിലും നടക്കണം. പിന്നീട് ആദർശം അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പം ഗോവിന്ദൻ കനയോട് പറഞ്ഞു, എന്നാലും നീ ഇത് എന്ത് പരിപാടിയാണ് കാണിച്ച? പിന്നെ ഞാനെങ്ങനെ മരിക്കുന്നു ഗോവിന്ദന് തോന്നുന്നുണ്ടോ എന്നും പറഞ്ഞിട്ട് ആ തൂങ്ങിക്കിടക്കുന്ന ആ സാരി തലപ്പേർക്ക് ഒരു തട്ടു കൊടുത്തു. നന്ദുവിനെ പാട്ടിലാക്കാൻ വേറൊരു വഴിയും ഞാൻ കണ്ടില്ല ഗോവിന്ദേട്ട. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തേ? ആ കഥക് നന്നായിട്ട് ചേർത്ത് കുറ്റിയിട്ടൊന്നും ഇല്ലായിരുന്നു. എനിക്കറിയാം നന്ദു വന്ന് കഥ തള്ളി തുറക്കാൻ ശ്രമിക്കുമെന്ന്. അതുകൊണ്ട് അത്ര സ്ട്രോങ് ആയിട്ടൊന്നും കുറ്റിയിട്ട് വെച്ചില്ലാന്നേ. തള്ളി തുറക്കുമ്പം തുറന്നു പോരാൻ പാകത്തില ഞാൻ ഇട്ട് വെച്ചിരുന്നേ. അതൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്തിട്ടാ കയറിയത്. ഓ, നിന്റെ ബുദ്ധി അപാരം തന്നെ. എന്ത് ചെയ്യാനാ ഗോവിന്ദേട്ട, വേറെ മാർഗമില്ലാത്തോണ്ടാ. എന്നാലും ഇത് കുറച്ച് കടന്ന കൈ ആയിപ്പോയി. അതൊന്നും സാരമില്ല ഗോവിന്ദേട്ട. മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തയ്യാറാവണം, അവരുടെ മനസ്സ് മാറ്റണമെങ്കിൽ.
എന്ന് കനക പറഞ്ഞു. അതേസമയം നന്ദു വിഷമിച്ച് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും നന്ദുവിന് അറിയില്ല. നന്ദുവിന്റെ അരിയിലേക്ക് നയന വന്നു. നയന വന്നിട്ട് പറഞ്ഞു, നിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന എന്തിനാണെന്നറിയോ? ഞാനും ആദർശേണ്ണും അനിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു. അനിയുടെ നിന്റെയും കാര്യത്തെക്കുറിച്ച്, നിങ്ങളുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാ. ഞങ്ങൾക്ക് നിങ്ങളുടെ വിഷമം ഇപ്പം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്നിപ്പിക്കുക. ആ കോടതിയിലുള്ള പ്രശ്നം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് തോന്നി അതാ നല്ലത്. അനാമിയോടുള്ള പ്രതികാരം അത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ തീരുമാനമെടുത്ത് ഇങ്ങോട്ടേക്ക് വന്നതുപോലും. പക്ഷെ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചയോ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. നന്ദു പറഞ്ഞു, ചേച്ചിക്കറിയാലോ, അയാൾ പക്ക ഒരു ഫ്രോഡാണ്. ആ CI അയാളോടൊപ്പോൾ ജീവിതം എനിക്ക് സാധ്യമാവൂല. അത് പിന്നെ നന്ദു, നീ പറയുന്നല്ലാതെ അതിന് വല്ല തെളിവുണ്ടോ? തെളിവെന്തെന്ന് ചോദിച്ചാ അത് നീ ഇങ്ങനെ വായം കൊണ്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? തെളിവുണ്ടെങ്കിൽ നമുക്ക് ഈ തെളിവുകൾ നിരത്തി അയാളുമായിട്ടുള്ള വിവാഹം വേണ്ടെന്ന് വെക്കായിരുന്നു. അല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിനക്ക് അച്ഛനോടും അമ്മയോടും പറയാൻ പറ്റുമോ ഇതൊക്കെ, ഈ കല്യാണം വേണ്ടെന്ന്? എന്ത് ചെയ്യാനാ ചേച്ചി, ഞാൻ എങ്ങനെയാ സാഹചര്യത്തിൽ ചെന്ന് പറയണേ? അതാ പറഞ്ഞേ, നിനക്ക് പറയാനും സാധിക്കില്ല. ഞങ്ങളുടെ എല്ലാ ആഗ്രഹവും ഇപ്പം നീയും അനിയും ഒന്നാവണമെന്നായിരുന്നു. അനിയുടെ മനസ്സ് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അവന്റെ മനസ്സിന്റെ വേദന ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേങ്കില് ഇവിടെ ഇപ്പൊ ആ CA ആയിട്ടുള്ള കല്യാണം നടത്താനായിട്ട് അച്ഛനും അമ്മ ഇരിക്കുമല്ലേ? അല്ല അത് പിന്നെ ചേച്ചി, ഞാൻ നോക്കിയിട്ട് ഒരു പോംവഴി മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം അയാളുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കണം. അല്ലാതെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ അവസ്ഥയും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ ഈ വിവാഹത്തിന് ഇപ്പൊ നവ്യേച്ചിക്ക് പോലും സമ്മതമല്ല. അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല, നവ്യേച്ചിക്ക് സമ്മതമല്ല. അങ്ങനെ ഒരു സാഹചര്യത്തില് CI ആയിട്ടുള്ള വിവാഹം നടക്കുള്ളൂ. അനിയായിട്ടുള്ള വിവാഹത്തിന് ആർക്കും തന്നെ താല്പര്യമില്ല വീട്ടില്. എനിക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും അമ്മയ്ക്കും ആദർശനും ഒക്കെ സമ്മതമുള്ളൂ. നന്ദു പറഞ്ഞു, ചേച്ചിക്ക് അറിയാലോ അയാളൊരു ഫ്രോഡാന്ന് പറഞ്ഞ ഞാനിത് പറഞ്ഞ ഉറപ്പായിട്ടുള്ള കാര്യ. അയാള് ഇരട്ടത്താപ്പ് നയം കാണിക്കുക. അനാമിയുടെ പക്ഷത്ത് അയാൾ നിൽക്കുന്നേ. അനാമിയോടൊപ്പം ചേർന്നിട്ടാണ് അയാൾ അനിയെ കുരുക്കാണ്ട് ശ്രമിച്ചേ. പക്ഷേങ്കില് നമ്മളെടുത്ത് വരുമ്പോ നമ്മളോടൊപ്പം നിൽക്കുക. അതാ പറഞ്ഞ അയാളുടെ ഇരട്ടത്താപ്പ് നയമാന്ന്. അതെനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ചേച്ചി. പക്ഷെ ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അയാളെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നുമല്ലെങ്കിൽ ഞാനൊരു പോലീസുകാരിയല്ലേ, എനിക്കറിയാലോ ഒരു കള്ളന്റെ സ്വഭാവം കണ്ടു കഴിയുമ്പോഴത്തേനും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. പക്ഷെ മോളെ, ഇവിടെ നമ്മൾ പറയുന്നതിനൊന്നും തെളിവില്ലാത്തതുകൊണ്ട് നമുക്കൊന്നും അച്ഛനമ്മേനെ ബോധിപ്പിക്കാൻ പറ്റില്ലോ. ഇപ്പൊ തൽക്കാലത്തേക്ക് നീ സമ്മതിക്ക്. ഒരു കാര്യം ഞാൻ പറയാം, അല്ലെങ്കിൽ ഉണ്ടല്ലോ അമ്മ ഇപ്പൊ ആത്മഹത്യ ചെയ്യാനായിട്ട് കയറി. അമ്മേനെ കൊന്നിട്ട് വേണോ നിനക്കൊരു ജീവിതം? നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. എനിക്ക് നിന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല, നീയും അനിയും കൂടെ ഒന്നിക്കണം എന്നാ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ മനസ്സിലെ ആഗ്രഹം. എന്റെ ആദർശേണ്ടേ അതിനു വേണ്ടി തന്നെ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇനിയിപ്പം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, പഴയതൊക്കെ മറന്നു കളഞ്ഞേക്ക്. നീ CI ആയിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കും മോളെ. നിന്റെ മനസ്സിൽ നിന്ന് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു കളഞ്ഞേക്കാൻ പറയാം. അപ്പോഴേക്കും നന്ദു മനസ്സിൽ പറഞ്ഞു, എന്തൊക്കെയാണ് ശരി, ഇനിയിപ്പോൾ ആ CA കല്യാണം കഴിക്കാൻ പോകുന്നില്ല. താൻ കല്യാണം കഴിക്കാതെ നിന്നാലും കുഴപ്പമില്ല, അനിയെ കിട്ടിയില്ലേലും കുഴപ്പമില്ല. പക്ഷെ ആ CAയോടൊപ്പം ഒരു ജീവിതം തനിക്കിനി ഉണ്ടാവാൻ പോകുന്നില്ല എന്നൊരു ദൃഢപ്രതിജ്ഞ നന്ദു അവിടെ വെച്ച് തന്നെ എടുക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോ നയനയും നന്ദുവും കൂടെ കനകയുടെ അടുത്തേക്ക് വരുവാണ്. കനക എല്ലാവർക്കും ചായ എടുത്തോണ്ടിരിക്കുക. കനകയോട് വന്നിട്ട് നയന ചോദിച്ചു, അമ്മ എന്തു പരിപാടി അമ്മ കാണിച്ചേ? ആദർശനൊക്കെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ അതിനെ നിങ്ങൾ വരൂന്ന് കരുതിയിട്ടാണോ ഞാൻ മരിക്കാനായിട്ട് പോയത്? എന്നാലും അമ്മ അങ്ങനെ കാണിക്കണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നന്ദുവിനോട് പറയാവുന്നതിന്റെ മാക്സിമം ഞാൻ പറഞ്ഞു നോക്കി. നന്ദു അനുസരിച്ചില്ല. ആ CA ആയിട്ടുള്ള വിവാഹം വേണ്ടെന്നും പറഞ്ഞോണ്ട്. അപ്പോഴേക്കും നയന പറഞ്ഞു, അമ്മേ ഇവൾക്ക് ഇത് ഇഷ്ടമില്ല, പിന്നെ ഈ വിവാഹം നടത്തേണ്ട കാര്യമുണ്ടോ? അവൾക്ക് അനിയുമായിട്ടുള്ള വിവാഹം വേണ്ട, CA കല്യാണം കഴിക്കാൻ അവൾക്ക് താല്പര്യമില്ല. അങ്ങനെയാണെ പിന്നെ എന്തിനമ്മേ വെറുതെ അവളുടെ ജീവിതം കൂടെ നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് നിർബന്ധിക്കണം. ദേ നയനമോളെ, നീ വെറുതെ ഇവളുടെ ഭക്ഷണത്ത് നിന്ന് പറയണ്ട കേട്ടോ. നന്ദു പറഞ്ഞു, അമ്മേ എനിക്കിപ്പോ കല്യാണം വേണ്ട. എന്തിനെന്നെ ഇടപെടിന്ന് പിടിച്ച് കെട്ടിക്കുന്നേ? ഹോ, അപ്പൊ നിനക്ക് CAനെ ഇഷ്ടമില്ലല്ലേ? എന്തുകൊണ്ടാ നിനക്ക് ഇഷ്ടമില്ലാത്തന്റെ? അതിന്റെ കാരണം പറ. നല്ലൊരു ചെറുപ്പക്കാരനാ. അല്ലെങ്കിൽ ഇവളുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കി. ആണുങ്ങളുടെ ദേഹത്ത് കൈവെക്കുന്നവളാ ഇവള്. അപ്പൊ പിന്നെ ഇവളെ പോലുള്ള ഒരുത്തിക്ക് എവിടുന്ന് കിട്ടാനായിട്ടാ നല്ലൊരു ബന്ധം കിട്ടാനാ? ആ CA മോനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാം. അത് ഒരേ പ്രൊഫഷൻ തന്നെയാ. അപ്പൊ ഞാൻ നോക്കിയിട്ട് നല്ല കാര്യമായിട്ടാ തോന്നുന്നേ. നയന പറഞ്ഞു, അമ്മേ അങ്ങനെ ആ വിവാഹം ഇവൾക്ക് ഇഷ്ടമില്ലാന്ന് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ നിനക്ക് തോന്നുന്ന മോളെ. ഇവളെ പറഞ്ഞ് നേരെയാക്കാൻ നോക്ക്. അവൻ നല്ല മോനാ, അത് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാ. ഈ വിവാഹം നടന്നേ മതിയാവുള്ളൂ. ഇതേ നന്ദു, നിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മായച്ചു കളഞ്ഞാൽ മതി.
ഉറപ്പായിട്ട് ഈ വിവാഹം നടക്കുക തന്നെ ചെയ്യും. നന്ദു ദയനീയമായിട്ട് നയനയെ നോക്കുകയാണ്. നയന പറഞ്ഞു, അമ്മേ, നന്ദുവിന് ഇഷ്ടമില്ല എന്ന് അറിഞ്ഞോണ്ടാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഉം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, മുത്തശ്ശനും മുത്തശ്ശിയും പോലും ഇവിടെ വന്ന് കല്യാണം ആലോചിച്ചു. അത് അനിയോടും നന്ദുവിനോടും കൂടെ ഇഷ്ടം കൊണ്ടാ. അവര് വന്നായിരുന്നു ഇവിടെ ആലോചിക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോയി. പക്ഷെ ആ സമയത്തുള്ള സത്യാവസ്ഥ അങ്ങോട്ട് തുറന്നു പറഞ്ഞു ഞങ്ങള്. സി ഐ മോനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കും മനസ്സിലായി. അവരതാ അങ്ങോട്ടേക്ക് പോയത്. അമ്മേ, അങ്ങനെയാണെങ്കിൽ പിന്നെ നന്ദുവിനും അനിയും തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അവരെ രണ്ടുപേരും ഒന്നിപ്പിച്ചാ പോരെ? ദേ നയനമോളെ, നീ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. ഈ ബന്ധത്തിന് ഇവിടെ സമ്മതിച്ചില്ലെങ്കിൽ ഇനിയും ഞാൻ അതുപോലെ തന്നെ ചെയ്യും. അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. നന്ദു, മര്യാദയ്ക്ക് നീ സമ്മതിക്കുന്ന നല്ലത്. നന്ദുവിന് നല്ല സങ്കടമായി. അപ്പോഴേക്കും നയന പറഞ്ഞു, അല്ലമ്മേ, ആ ജോത്സ്യൻ പറഞ്ഞ്. ഏത് ജോത്സ്യൻ പറഞ്ഞ്? പെട്ടെന്ന് കനകയൊന്ന് ഞെട്ടി. കനക നയനെ കണ്ണടച്ച് കാണിക്കുകയാണ്, മിണ്ടല്ലെന്നുള്ള രീതിയിൽ. നന്ദു ഇങ്ങനെ കനകയെ തന്നെ നോക്കുകയാണ്. നന്ദുട്ടാ, നീ അപ്പുറത്തേക്ക് പോയിക്കേ, നീ എന്ത് കാണാൻ എവിടെ നിൽക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുവിനെ പതുക്കെ അവിടുന്ന് മാറ്റുവാണ് കനക. നന്ദു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ കനക പറഞ്ഞു, നീ എന്ത് പരിപാടിയാ മോളെ പറഞ്ഞേ? ആ ജോത്സ്യനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഞാൻ നന്ദുവിനോട് പറഞ്ഞിട്ടില്ല. അല്ലമ്മ, പറയാതിരുന്നിട്ട് അല്ലമ്മ, ആ ജോത്സ്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിട്ടില്ലേ? പിന്നെ ഞാൻ വേറൊരു ജോത്സ്യനെ പോയി കണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ലെന്നാ. സി ഐയുടെ ജാതകവും നന്ദുവിന്റെ ജാതകവും തമ്മിൽ ചേരുന്നു. അമ്മേ, ഈ ജോത്സ്യനെ മാറ്റുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമൊന്നുമല്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ പറയാതെ വരുമ്പോഴാണ് നമ്മൾ വേറൊരു ജോത്സ്യനെ പോയി കാണുന്നത്. പക്ഷേങ്കിൽ നമ്മുടെ കുടുംബ ജോത്സ്യൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് വരെ തെറ്റിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളൂ. അതൊക്കെപ്പോഴത്തേനും കനയ്ക്ക് ദേഷ്യം. കനക പറഞ്ഞു, ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നയനോട് ദേഷ്യപ്പെടുവാണ്. നയന പറഞ്ഞു, അങ്ങനെയാണെ അമ്മേ, നന്ദു അനിയും തമ്മിൽ ഒന്നിക്കുന്നതല്ലേ നല്ലത്. ദേ, നീ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്നതാണോ? അല്ലെങ്കിൽ തന്നെ ഈ കുടുംബത്തിലെ 2 മക്കൾ അവിടെ ഉണ്ട്. അതിന്റെ പേരിൽ ഞങ്ങൾക്കിപ്പോ നല്ല ടെൻഷനുണ്ട്. ആ സമയത്താണ് ഒരുത്തീനെയും കൂടെ അങ്ങോട്ടേക്ക് അയക്കാനായിട്ട്. നീയൊക്കെ എന്താ അനിയെ അവളെ സപ്പോർട്ട് ചെയ്ത് 2 പേരെയും കൂടെ കെട്ടിക്കാനുള്ള പുറപ്പാടാണോ? അല്ലമ്മേ, ഞാൻ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. ഇതേ നയനമോളെ, വെറുതെ എഴുതാപ്പുറം വായിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ സി ഐ മോനുമായിട്ടുള്ള കല്യാണം നന്ദുവിനെ നടന്നില്ലെങ്കിൽ പിന്നെ എന്റെ ജീവനോടെ ആരും കാണത്തില്ല. അമ്മ എന്താമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? ഇത്ര നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടാൻ പോലുമില്ല. ആ സമയത്താണ് അവളുടെ നന്ദുവിന്റെ മനസ്സ് എങ്ങനെയും മാറ്റിയെടുക്കാൻ നോക്ക്. അതിനു വേണ്ടി ഞങ്ങൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദുവിനെ അനിയും കൂടെ ഒന്നിപ്പിക്കാനാണോ നിങ്ങൾ ശ്രമിക്കണേ എന്നൊക്കെ പറഞ്ഞ് നയനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. നയന പറഞ്ഞ, അമ്മേ, ഞാൻ മര്യാദയ്ക്കും കൂടെ വന്ന് ചായ കുടിക്കാൻ നോക്ക്. ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട. അങ്ങനെ എങ്ങാനും നിങ്ങളെല്ലാരും കൂടെ വളം വെച്ച് നന്ദു അനിയും തമ്മിൽ ഒന്നിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അറിയാലോ, പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അതും പറഞ്ഞോട് ചായ എടുത്തോണ്ട് തുള്ളി തുള്ളി കനകി അങ്ങോട്ടേക്ക് പോയി. നയനയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നയനെ ആദർശം കൂടെ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന സമയത്ത് ആദർശം നയനയോട് പറഞ്ഞു, അങ്ങനെയൊക്കെ കണ്ട സ്ഥിതിക്ക് നീ നന്ദുവിന് പ്രതീക്ഷ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. നന്ദുവിനോട് അനിയനും നന്ദിയും തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് ചെന്നെന്നുള്ള കാര്യം പറയണ്ടായിരുന്നു. അല്ല, അത് പിന്നെ ആദർശേട്ടാ, ഞാൻ അറിയാലോ. ഇപ്പൊ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന കാര്യം ഇതിനാന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവനതേ പ്രതീക്ഷയോടെ കാത്തിരുന്നേനും. മുത്തശ്ശനും മുത്തശ്ശിയും വീട്ടിലേക്ക് ആലോചിക്കാൻ വന്ന സമയത്ത് അവൻ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഒരു പ്രതീക്ഷ അവന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടായേനം. ആ സമയം നയന പറഞ്ഞു, ആദർശേട്ടാ, എനിക്ക് ദേഷ്യം തോന്നിയത് എന്താണെന്നറിയാവോ? അനാമയുടെ ഏറ്റവും കൂടുതൽ വെറുപ്പും തോന്നിയത് അവള് മുത്തശ്ശിയും വരെ കോടതി കയറ്റില്ലേ. അപ്പൊ തൊട്ട് എനിക്ക് തോന്നിയതാ അനിയൻ നന്ദുവിനെയും തമ്മിൽ ഒന്നിപ്പിക്കണോന്ന്. ആദർശ് പറഞ്ഞു, അതെ, എനിക്കും അത് തോന്നിയ കാര്യമാ. പക്ഷെ നിന്റെ വീട്ടുകാർക്കും അച്ഛനും അമ്മയ്ക്കും ഇളയമ്മയ്ക്കും ഒന്നും സമ്മതമല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ വിവാഹം നടത്താൻ പറ്റില്ലല്ലോ. അത് ശരിയാ. ഇനിയിപ്പം നമ്മൾ ഇതിനകത്ത് കൂടുതൽ ഇടപെടണ്ട. നമ്മൾ മാറിയെന്ന് കളി കണ്ടാ മതി. വിവാഹം നടക്കട്ടെ. അല്ല ആദർശേട്ടാ, വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ വിവാഹം നടക്കില്ലേ? നടക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വിധിയുണ്ടെങ്കിൽ അവരൊന്നാവും. അല്ലാതെ ഇനിയിപ്പം നമുക്ക് ആരുടെ മനസ്സ് മാറ്റാനൊന്നും പറ്റില്ല. നിന്റെ വീട്ടുകാരുടെ മനസ്സ് മാറ്റാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യ സംഭവം എന്തെങ്കിലും ഉണ്ടാകണം. ആ സി ഐ ആള് ശരിയല്ലെന്നാ നന്ദു പറയണേ. ശരിയല്ലായിരിക്കും, പക്ഷെ നമുക്ക് അതിന് തെളിവുകളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പൊ തൽക്കാലത്തേക്ക് അങ്ങോട്ട് പോട്ടേന്ന് വെക്കാം. ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അനി എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ലാത്ത അവന്റെ മനസ്സിൽ അത്രത്തോളം നന്ദു ഇറങ്ങി കഴിഞ്ഞു. അവര് മനസ്സുകൊണ്ട് ഒന്നായവരാ. അതുകൊണ്ട് അവരെ പിരിക്കാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞാലും നന്ദുവിന്റെ ജീവിതം എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല. നയന പറഞ്ഞു, അതെ ആദർശേട്ടാ, അതാ എനിക്കും പേടി. അതുപോലെ തന്നെ അനിയുടെ കാര്യവും. അവരത്രയ്ക്ക് അടുത്തായതുകൊണ്ട് അവരെ തമ്മിൽ പിരിക്കാനായിട്ട് സാധിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അവസാനിക്കുമെന്നും എനിക്കറിയില്ല. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു, നീ തൽക്കാലത്തേക്ക് ടെൻഷൻ അടിക്കേണ്ട ഇതിനെക്കുറിച്ച് ഓർത്തിട്ട്. എന്താന്ന് വെച്ചാൽ വരുന്നിടത്ത് വെച്ച് കാണാം. ഭീതി ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഒന്നാവും. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും ആയില്ല. അത് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അനിയും നന്ദുവും കൂടെ കാണുവാണ്. അപ്പം അനിയോട് കാര്യങ്ങളൊക്കെ നന്ദു പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അനി പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, മോതിരം മാറ്റം കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കല്യാണം നടക്കാതിരുന്നാ പോരെ. നന്ദു പറഞ്ഞു, നീ എന്ത് വർത്താനോടാ പറയണേ? മോതിരം മാറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ മുഖത്തേക്ക് പിന്നെ മോതിരം വലിച്ചൂരി എറിയാനൊന്നും എന്നെ കൊണ്ട് സാധിക്കൊന്നുമില്ല. ഇടി പിന്നെ എന്ത് ചെയ്യണമെന്നാ? അതിനു മുമ്പ് തന്നെ ഇത് മുടങ്ങണം. ഈ വിവാഹം നിശ്ചയം ഒരു കാരണവശാലും നടക്കാൻ പാടില്ല. എങ്ങനെ? അതാ എനിക്കറിയില്ലാത്ത. വിവാഹം നിശ്ചയം നടക്കില്ല. എനിക്ക് ബന്ധത്തിന് താല്പര്യമില്ലെന്ന് നിനക്കറിയാലോ. ഒരിക്കലും നടക്കാൻ പാടില്ല. അല്ലെങ്കിലും ഇപ്പൊ ആദർശേണ്ണും നയനേച്ചിയും പോലും നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ അംഗീകരിക്കുന്നേ. എന്താ പറഞ്ഞേ? അല്ല, പെട്ടെന്ന് നന്ദു ഓർത്തു, ഇനിയിപ്പൊ അത് ഇവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് ആ കാര്യം പറഞ്ഞിട്ട് അവരെ പോയി ശല്യം ചെയ്യും. തൽക്കാലത്തേക്ക് വേണ്ട. അല്ല, അവർക്കൊന്നും എതിർപ്പില്ലാന്ന് തോന്നേ. അവരിപ്പം പഴയതുപോലെ ഒന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞ് നമ്മളെ ശല്യം ചെയ്യാറില്ലല്ലോ, എന്നോടും നിന്നോടും ആണെങ്കിലും. ഓ അങ്ങനെ. അതുകൊണ്ട് ഞാൻ പറയണേ, ഈ വിവാഹം മുടങ്ങണം. എങ്ങനെയല്ലേ ഈ വിവാഹം മുടങ്ങിയേ മതിയാവുള്ളൂ. അല്ല നന്ദു, അതിനിപ്പം അയാൾ പക്ക ഫ്രോഡാന്ന് എനിക്കറിയാം. അയാൾ ഇരുന്ന് സ്റ്റേഷനിലാക്കി അയാൾ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് തെളിവുകൾ കിട്ടുവാണെങ്കിൽ അങ്ങനെയാണൊരു കാര്യം ചെയ്യാം. രാകേഷിനെയും വിഘ്നേഷിനെയും കൂട്ടി ഞാൻ ഇറങ്ങാം, തെളിവുകൾ ഉണ്ടാക്കാം. എടാ, അതിനധികം സമയമൊന്നുമില്ല, നിനക്കറിയാലോ. ഈ പറയുന്ന സമയമില്ല അങ്ങനെ തേടി കണ്ടുപിടിക്കാനായിട്ട്. പക്ഷേങ്കിൽ എന്തേലും തെളിവുകൾ, ശക്തമായ തെളിവുകൾ ഉണ്ടാക്കണം. കേൾക്കുന്നവർക്ക് തന്നെ ബോധ്യപ്പെടണം അയാൾ പക്ക ഫ്രോഡാണ്. അങ്ങനെ ഒരു തെളിവ് ഉണ്ടാക്കിയിട്ട് വേണം ഈ വിവാഹം നമുക്ക് മുടക്കാനായിട്ട്. അതിന് നീ എന്നോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞു. ഞാനും ചില അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോഴേക്കും അനി പറഞ്ഞു, എന്ത് വേണം നീ പറഞ്ഞാൽ മതി. പിന്നൊരു കാര്യമുണ്ടാ, ആ സമയത്തിനുള്ളിൽ നമുക്ക് തെളിവുകളൊന്നും ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ തീർന്നു. നിശ്ചയം നടക്കും. പിന്നെ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടല്ലോ, മുടങ്ങിപ്പോയ ജയിൽവാസം ഞാനത് ഉറപ്പാക്കും. അങ്ങോട്ട് ഞാൻ ആ CAനെ കൊന്നിട്ട് ഞാൻ അകത്ത് പോകത്തുള്ളൂ. അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാലും നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദുവിന് ശരിക്കും ചിരി വന്നു. അനിയുടെ ആ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പതുക്കെ ചിരിക്കുവാണ്. അതേസമയം മുത്തശ്ശി മുറി വിഷമിച്ചിരിക്കുമ്പോഴത്തേനും മുത്തശ്ശൻ അങ്ങോട്ട് വന്നു. മുത്തശ്ശൻ വന്നിട്ട് ചോദിച്ചു, ഭയങ്കര മനപ്രയാസമായില്ലേ? അല്ല, കഴിഞ്ഞ തവണ കോടതി കൂടി കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാ അവിടെ കോടതിയിൽ അനാമിക വിളിച്ചു പറഞ്ഞ് കേസ് മൊത്തത്തിൽ വളച്ചൊടിച്ചില്ലേ? അതൊക്കെ അങ്ങനെ ആടോ, അങ്ങനെയൊക്കെ സംഭവിക്കും. അല്ല, ഇനിയത്തെ തവണ കോടതി കൂടി കഴിയുമ്പോൾ നമ്മുടെ ഭാഗത്തെ ന്യായം കേൾക്കാനായിട്ട് ജഡ്ജി തയ്യാറാകുമോ? ഇടൂ, നമ്മുടെ ഭാഗത്ത് നവീൻ വക്കീൽ വാദിക്കാൻ തുടങ്ങിയിട്ടില്ലോ. അവൻ മിടുക്കനാന്ന നരസിംഹൻ പറഞ്ഞേ. നരസിംഹൻ ആളും മിടുക്കനായിരുന്നു. അവനേക്കാളും മിടുക്കനാ നവീൻ എന്നാ പറയുന്നേ. അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ ഉറപ്പായിട്ടും നമ്മൾ ജയിക്കാനായിട്ട് വഴിയുണ്ട്. നരസിംഹൻ അങ്ങനെ വെറുതെ പറയത്തില്ല നവീനെ കുറിച്ച്. അവന്റെ വാദം ഇതിലായിട്ട് നമ്മൾ കേട്ടിട്ടുമില്ലല്ലോ. പക്ഷെ എനിക്കൊരു ആത്മവിശ്വാസമുണ്ട് നരസിംഹൻ പറഞ്ഞുകൊണ്ട്. അയാൾ വെറുതെ അങ്ങനെ പറയത്തില്ല. നേരത്തെ അയാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അറിയപ്പെടുന്നൊരു വക്കീലായിരുന്നു നരസിംഹന്. പിന്നെ അയാളുടെ മക്കളൊക്കെ വിദേശത്തേക്ക് പോയി. പക്ഷെ അയാളുടെ പാരമ്പര്യം നിലനിർത്താനായിട്ട് കൊച്ചുമാനാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കാര്യം ഉറപ്പാ, രക്ഷപ്പെടാൻ പറ്റുമെന്ന്. അല്ലാതെ എന്തേലും ഇനിയിപ്പം അല്ലാതെ എന്തേലും സംഭവിക്കുന്നത് നമുക്ക് ഇപ്പം നോക്കാം. ശരിക്കും പറഞ്ഞാൽ എടോ, എനിക്ക് ഇന്ന് വരെ ആരെയും കൊല്ലാനൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടാ കൊല്ലാൻ തോന്നുക. ആരാന്നറിയാവോ? ആ കോടതി വെച്ച് അനാമികനെ അവളുടെ വീട്ടുകാരെയൊക്കെ. കാരണം കാര്യങ്ങളൊക്കെ അങ്ങനെ വളച്ചൊടിച്ച് സംസാരിച്ചില്ലേ. പിന്നെ പോരാത്തത് തന്നെ കോടതിയും കയറ്റിയില്ലേ. തന്നെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് കുഴപ്പിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആ വക്കീലിനെ എല്ലാവരെയും എനിക്ക് തീർക്കാനായിട്ട് തോന്നി. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, എന്നാലും അവൾ ഇങ്ങനെയൊക്കെ സാരമില്ലടാ, പേടിക്കണ്ട, നമുക്ക് അനുകൂലമായിട്ട് കേസ് വരുമോ നോക്കാം. ഇനി വിധി എന്താണെന്ന് അറിയട്ടെ. പക്ഷേങ്കിൽ വിധി നമുക്കെതിരാണെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. ആ സമയത്ത് ഞാൻ കോടതിയെ ഒന്നും മാനിക്കില്ല, കേസും ഒന്നും ഞാൻ നോക്കത്തില്ല. അതങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഈ അനന്തമൂർത്തിയോട് കളിച്ച കളി എങ്ങനെയെന്ന് ഞാൻ പഠിപ്പിക്കും എന്ന് മുത്തശ്ശൻ പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.